ബോളിവുഡിന് ഒരു റോം കോം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് പാപം കുംഭമേളെ കൊണ്ട് ഒഴിക്കാൻ പോലും പോവില്ല, അത്രയും കിടിലം പടമാണ്. അത് പറഞ്ഞിട്ട് മറ്റേ പടമല്ല, ഇത് റോം കോം. നമ്മുടെ സെയ്ഫ് അലി ഖാന്റെ മകനും അതേപോലെ ഖുഷി കപൂറും കൂടി അഭിനയിച്ച നദാനിയാൻ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഏപ്രിൽ 1-ാം തീയതി ഏപ്രിൽ ഫൂൾ ആയിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇറക്കേണ്ടിയിരുന്ന ഒരു പടമാണ്. സോ ഈ ഒരു സിനിമ കണ്ടുകൊണ്ട് ഉണ്ടായ ഒരേ ഒരു ഉപകാരം എന്താ വെച്ചാൽ അർജുൻ കപൂർ, ജാൻവി കപൂർ, ഖുഷി കപൂർ ഈ മൂന്നെണ്ണത്തിൽ അർജുൻ കപൂർ ഫാർ ബെറ്റർ ആണെന്ന് നമുക്ക് തോന്നും. അതാണ് ഈ സിനിമ കണ്ടുകൊണ്ടുണ്ടായ ആകെ ഒരു ഉപകാരം. സാധാരണക്കാരന്റെ കഥ പറയുന്ന സിനിമ ഒന്നുമില്ല, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ഭയങ്കര പൈസക്കാരുടെ കഥ പറയുന്ന സിനിമയാണ്. വേണമെങ്കിൽ റിച്ച് മാൻ ഷിറ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു സിനിമ. സോ ഇതിൽ നമ്മുടെ നായകനും നായികയും ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ വന്നിട്ട് യൂണിഫോമും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ബിക്കിനി ഇട്ടിട്ട് പോവാ, ഇവൻ ഒന്നും ഇടാതെ പോയാലും കുഴപ്പമില്ല. നമ്മുടെ ഖുഷി കപൂർ ആണ് വെച്ചാൽ 3 ലക്ഷം ഫോളോവേഴ്സിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സുള്ള സെലിബ്രിറ്റിയാണ് അവിടെ. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബോയ് ഫ്രണ്ട് ഇല്ല, ബോയ് ഫ്രണ്ടിന്റെ പേര് പറഞ്ഞില്ല, ഇതൊക്കെയാണ് അവരുടെ പ്രശ്നം. അല്ലാതെ അരിയില്ല, ചോറ് വെക്കാൻ പറ്റിയില്ല, അതൊന്നും അല്ല അവരുടെ പ്രശ്നം. ഇതിൽ നമ്മുടെ സെയ്ഫ് അലി ഖാന്റെ മകന്റെ അച്ഛൻ ഡോക്ടറാണ്, അമ്മ വന്നിട്ട് ആ ഇന്റർനാഷണൽ സ്കൂളിൽ ടീച്ചറാണ്. ഇവർക്ക് ഭയങ്കര പോഷായിട്ടൊരു വീടുണ്ട്. അവനെ ഇവര് കാണുന്നത് ദാരിദ്ര്യവാസിയായിട്ടാണ്. ഇത് എന്നാത്തരം ദാരിദ്ര്യം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സോ നമ്മൾ ഈ മറ്റേ ഇലക്ഷനും അതേപോലെ തന്നെ ഈ മറ്റേ വോട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വോട്ട് ചെയ്യണം പറഞ്ഞിട്ട് എന്റെ സ്കൂളിലും കോളേജിലൊക്കെ എനിക്കൊക്കെ ഈ പഫ്സും മിഠായിയൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിബേറ്റ് കോമ്പറ്റീഷന് വോട്ട് ചെയ്യാൻ നമ്മുടെ ഐഫോൺ എറിഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലാക്കണം സിനിമയുടെ സ്റ്റാൻഡേർഡ്. അത്രയും റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ കഥ പറയുന്ന സിനിമയാണ്. സോ നമ്മുടെ ഖുഷി കപൂറിന് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നുള്ള എല്ലാവരെയും അറിയിക്കണം. അത് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഐക്യൂ ഉള്ള ബോയ് ഫ്രണ്ട് ആയിരിക്കണം, ഐൻസ്റ്റീനേക്കാൾ ഐക്യൂ ഉള്ള ബോയ് ഫ്രണ്ട് ആയിരിക്കണം. കോൺ ബനേഗ ക്രറോർപതിയിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ ജയിക്കാൻ പറ്റുന്ന ബോയ് ഫ്രണ്ട് ആയിരിക്കണം. ഹാൻസം ആയിരിക്കണം, അതായത് ഹാൻഡ്സ് വെക്കാൻ പറ്റണം. അതേപോലെ തന്നെ 6 പാക്ക് വേണം. സോ ആദ്യമായിട്ടാണ് ഡിബേറ്റ് കോമ്പറ്റീഷനിൽ ജയിക്കാൻ വേണ്ടി ഒരാൾ 6 പാക്ക് പൊക്കി കാണിക്കുന്നത് ഞാൻ കണ്ടത്. അതൊക്കെ ഈ സിനിമയിലുണ്ട്. സോ എന്നിട്ട് നമ്മുടെ പയ്യനെ ഹയർ ചെയ്യാണ്. 25,000 റുപ്യ ആഴ്ചയ്ക്ക് തരാം, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോട്ടോസ് ഇടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ ഫേക്ക് റിലേഷൻഷിപ്പ് സീരിയസ് റിലേഷൻഷിപ്പ് ആവുകയാണ്. അതാണ് ഈ സിനിമ കാണിക്കുന്നത്. സോ ദാരിദ്ര്യത്തിലുള്ള ഒരാൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് എന്റെ അച്ഛനും അമ്മയും പണിക്ക് വിടാതെ സ്വന്തം പൈസയും കൊണ്ട് ജീവിക്കണം, അവരെ കുടുംബം നോക്കണം എന്ന്. അച്ഛൻ ഡോക്ടറും അമ്മ ടീച്ചറും ആയിട്ട് ഇവൻ പറയണേ എനിക്ക് പൈസ ഉണ്ടാക്കിയിട്ട് അവരെ വീട്ടിലിരുത്തണം എന്ന്. സോ ലോജിക്ക് പറയുന്ന സാധനം ഒന്നും നോക്കരുത്. എനിക്ക് തോന്നുന്നു കുറച്ച് ബുദ്ധിയുള്ളവർക്ക് ഈ സിനിമ ഒട്ടും വർക്കാവില്ല. സോ ഈ സിനിമ വർക്കാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ബെറ്റർ വിസിറ്റ് സൈക്കാട്രിസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനത്തെ ഒരു പടമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ചാൽ കരൺ ജോഹർ എന്തൊക്കെയാണ് പറയുന്നത്, അതായത് കില്ല് പോലത്തെ പടങ്ങളിൽ അഭിനയിക്കാൻ ഈ സെലിബ്രിറ്റീസ് വന്നിട്ട് സിനിമയുടെ ബഡ്ജറ്റിനേക്കാളും കൂടുതൽ പൈസ മേടിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണനാണ് ഇങ്ങനത്തെ ഓരോ അപരാധങ്ങൾ ഇറക്കി വിടുന്നത്. നമ്മൾ സാധാരണ ഒരാൾക്ക് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ചാൻസ് വേണമെന്ന് വെച്ചാൽ ഹൺഡ്രഡ്സ് ഓഫ് ഓഡീഷൻ ആൾ ചെയ്യണം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ നെപ്പോ കിഡ്സിന് വേണ്ടി ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ലാഘവത്തിലാണ് ഇങ്ങനത്തെ സിനിമയ്ക്കൊക്കെ ചാൻസ് കിട്ടുന്നത്. എല്ലാ കൊല്ലം അല്ലെങ്കിൽ ഓരോരോ മാസം കൂടുമ്പോൾ നെറ്റ്ഫ്ലിക്സ് ഓരോ നെപ്പോ കിഡ്സിന് വെച്ച് ഇങ്ങനത്തെ ഓരോ അപരാധങ്ങൾ ഇറക്കി വിടും. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. എനിക്ക് ഇപ്പോഴാണ് ജ്യോതികയുടെ അടുത്തുള്ള ബഹുമാനം കൂടി പോയത്. സൗത്ത് ഫിലിം ഇൻഡസ്ട്രി പോരാ പറഞ്ഞിട്ട് ജ്യോതിക പോണത് ഈ ബോളിവുഡിലോട്ടാണ്. ആൻഡ് ഐ തിങ്ക് ഷീ ഈസ് സോ ഒബ്സസ്ഡ് വിത്ത് ബോളിവുഡ്. ആ ചേച്ചി ഇപ്പൊ പറയണ്ടായിരുന്നു, കങ്കുവ സിനിമ ഭയങ്കരമായിട്ട് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തു, പല സിനിമയ്ക്ക് കിട്ടാത്ത ക്രിറ്റിസിസം വരെ ഈ നല്ല സിനിമയ്ക്ക് കിട്ടിയത്. ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ, ഈ പടം കാണാൻ പോയിട്ട് ആൾക്കാരെ ചെവി അടിച്ചു പോയിന്ന് വെച്ചാൽ ചാച്ചി ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? ഈ സിനിമ ആൾക്കാർ കുറ്റം പറയേണ്ട വെച്ചാൽ അമ്മാരി ഹൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ ഓഡിയോ ലോഞ്ച് അല്ല, എന്താണ് ഇവര് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നില്ലേ, അതായത് ട്രെയിലർ ലോഞ്ചിന് ഓഡിയോ ലോഞ്ചിന് എന്തോ വന്നിട്ട് പറയാണ് ഇതിന്റെ സക്സസ് സെലിബ്രേഷനിലെ ടിക്കറ്റ് ഇപ്പൊ തന്നെ ഇത് എടുത്തു വെച്ചോന്ന്. പിന്നെ പലർന്നിരുന്ന് കാണുന്നൊക്കെ പറഞ്ഞ നമ്മളൊന്നും അല്ല, ഇമാരി ഹൈപ്പ് കൊടുത്തിട്ട് 1000 കോടി ക്ലബ്ബിൽ കയറും, ഇമാരി ഹൈപ്പ് കൊടുത്തിട്ട് ഇമാരി ഒരു ചവറ സാധനം ഇറക്കി വിട്ട എല്ലാവരും പറയും. ഇവൻ സൂര്യ അങ്ങനെ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് വെച്ചാൽ സൂര്യയുടെ റോളക്സിന് എന്തിനാണ് ആൾക്കാർ കൊണ്ട് ആഘോഷിച്ച് നടക്കുന്നത്? സുറൈ പൊട്ടു എന്തിനാ ആൾക്കാർ ഇത്ര ഹിറ്റാക്കി? ജയ് ഭീം എന്തിനാ ആൾക്കാർ ഇത്ര ഹിറ്റാക്കി? സോ പറയുമ്പോൾ എന്തെങ്കിലും ലോജിക് ഉള്ള കാര്യം പറയണം. എനിക്കൊന്ന് ജ്യോതികയൊക്കെ നമ്മുടെ പാർവതി തിരുവോത്തിന്റെ ഗാങ്ങിൽ ചേർന്നിട്ട് തോന്നുന്നു. സോ എനിവേസ് നദാനിയാൻ വന്നിട്ട് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സോ ഈ സിനിമ എന്തായാലും സെയ്ഫ് അലി ഖാൻ കാണാത്ത നന്നായി, കണ്ടിട്ട് വെച്ച ഹാർട്ട് അറ്റാക്ക് വന്ന അപ്പ പോയിണ്ടാവും ആള്. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം.